ഷൊർണൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 1 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് മാതാവെന്ന സ്ഥിരീകരണം. യുവതി ആൺസുഹൃത്തിന് അയച്ച സന്ദേശം വീണ്ടെടുത്തതാണ് കേസിൽ നിർണായകമായത്. കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ ശില്പയുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. പാലക്കാട് ഷൊർണൂരിൽ 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മാവേലിക്കരയിലെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കാർ വാടകയ്ക്കെടുത്ത് ഷൊർണൂരിലെത്തി ആൺ സുഹൃത്തിനെ കണ്ടു. ആൺ സുഹൃത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി കുഞ്ഞിനെ നിലത്ത് കിടത്തി. അവിടുത്തെ ജീവനക്കാർ വന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും കുഞ്ഞിന് അനക്കമില്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരെ ആശുപത്രിയിലേക്ക് പോകാൻ പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തിയപ്പോഴാണ് കുഞ്ഞു മരിച്ചിട്ട് മണിക്കൂറുകളായെന്ന് മനസ്സിലായത്. ആ സമയത്ത് തനിക്കൊന്നും അറിയില്ലെന്ന് അമ്മ പോലീസിനോടും ഡോക്ടറോടും വെളിപ്പെടുത്തി. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം മാതാവിനെ പോലീസ് വിട്ടയച്ചു. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ശ്വാസം മുട്ടിയാണ് കുഞ്ഞിന്റെ മരണമെന്ന് പോലീസ് മനസ്സിലാക്കിയത്. മനസാക്ഷിയെ നടുക്കുന്നൊരു സംഭവമാണ് ഷൊർണൂരിൽ ഉണ്ടായത്. കോട്ടയം സ്വദേശിനിയായിട്ടുള്ള ശില്പ ഇപ്പോൾ താമസിക്കുന്നത് മാവേലിക്കരയിലാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഉടൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് തൻ്റെ ഷൊർണൂരിലെ ആൺ സുഹൃത്തിന് ശില്പ അയച്ചു. ആ മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെ: മോളു മരിച്ചു, ഞാൻ കൊന്നു എൻ്റെ മോളെ, വിളിക്കൂ, നമ്മുടെ മോള് പോയി അജുവേ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ശില്പ തൻ്റെ ആൺ സുഹൃത്തിന് അയച്ച സന്ദേശം അവസാനിപ്പിക്കുന്നത്. പോലീസിന് ഈ കേസിൽ ഏറ്റവും നിർണായകമായതും ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ തന്നെ. ആദ്യം കുഞ്ഞിനെ താൻ കൊലപ്പെടുത്തിയെന്നും പിന്നീട് അത് ശില്പ നിരാകരിക്കുകയും ചെയ്തെങ്കിലും പോലീസിന് കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ തന്നെയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ എന്തിന് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന കാര്യം ശില്പ വിശദീകരിക്കുന്നതാണ് ഏറ്റവും വേദനാജനകം. തനിക്ക് സ്വതന്ത്രമായി ജോലിക്ക് പോകാൻ കുട്ടിയുള്ളതുകൊണ്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി. ഇതിനുശേഷം മാവേലിക്കരയിലെ വീട്ടിലടക്കം പ്രതിയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോഴും പ്രത്യേകിച്ചൊരു ഭാവഭേദങ്ങളുമില്ലാതെയാണ് ശില്പ കോടതിയിലെത്തിയത്. സംഭവത്തിൽ ആൺ സുഹൃത്തിന് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു പോരുകയാണ്.